ഓക്കെ, സോ ഹായ് ഹലോ, എൻ്റെ പേര് ഇന്തിഷാണ്. അപ്പോൾ ഇന്ന് എന്താണ് HTML എന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് എന്താണ് HTML ജസ്റ്റ് നോക്കിയാലോ. സോ അതിന് HTML സെർച്ച് ചെയ്യാം. ഇതാ ജസ്റ്റ് ഇതിൽ കയറാം. ഓക്കെ, സോ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ. വാട്ട് ഈസ് HTML? ഇതൊരു ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അതായത് ഒരു നോർമൽ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഈ HTML എന്നത്. ഇപ്പം ഞാൻ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് ഡു ലൈക്ക് സ്പോട്ടിഫൈ. ഇതിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു കണ്ടന്റ് ഈ കണ്ടന്റുകളൊക്കെ ഈ പറഞ്ഞ ഇതിൻ്റെ സ്റ്റൈലല്ല, ഇതിലുള്ള കാര്യങ്ങൾ ലൈക്ക് ഈ ഒരു ലോഗോ, ഈ ടെക്സ്റ്റുകൾ, ഈ സംഭവങ്ങൾ, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് ഈ HTML എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഏതൊരു സൈറ്റ് ആണെങ്കിലും അതിൻ്റെ ബേസിക് സ്ട്രക്ചർ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യൽ ഈ പറഞ്ഞ HTML എന്ന ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് വെച്ചാണ്. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, ഈ വീഡിയോ ഒരുപാട് എഡിറ്റിങ്ങോ അല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് റോ ആയിട്ട് കാരണം എന്താണ് പറയുന്നത്, എന്താണ് കേൾക്കുന്നത് അങ്ങനെ പറഞ്ഞു പോകുന്നൊരു ടൈപ്പ് ആയിക്കാരം. കാരണം എനിക്കിതിൽ പ്രത്യേകിച്ച് എന്താ പറയുക, സബ്ബോ ഏണിങ്സോ ഒന്നും വേണ്ടിയല്ല. ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ ഒരു സ്ഥലത്ത് എനിക്കൊന്ന് ഷോക്കേസ് ചെയ്യണം, അതിനു വേണ്ടിയാണ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഓക്കെ, നമ്മൾ ഇവിടെ നിർത്തിയത് എന്താണ് HTML അല്ലേ. സോ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ലൈക്ക് ഒരു വീട്. ഓക്കെ, ജസ്റ്റ് ഒരു വീട്, നമ്മൾ ആ വീട് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിങ് ആണ് HTML എന്നുള്ളത്. ഓക്കെ, നമ്മൾ ആദ്യം പേപ്പറിൽ ഈ വീട് എങ്ങനെയാവണം, എത്ര സൈസ് വേണം, അതുപോലെ എത്ര റൂം എന്നൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യുമല്ലോ. ആ ഒരു പ്ലാനിങ് ആണ് HTML എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ബ്രൗസറിൽ എന്തൊക്കെ കണ്ടന്റ് ആണ് വേണ്ടത്, എന്തൊക്കെ കണ്ടന്റ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് എന്ന് കാണിക്കാനുള്ള ഒരു കാര്യം, ഒരു സംഭവം, ഒരു ലാംഗ്വേജ്, അതാണ് HTML. കണ്ടോ, ദ ബ്രൗസർ ഹൗ ടു ഡിസ്പ്ലേ ദ കണ്ടന്റ്. എങ്ങനെയാണ് കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്, ഹെഡിങ് വേണോ, പാരഗ്രാഫ് വേണോ എന്നൊക്കെ പറയാനുള്ള ഒരു സംഭവം, അതാണിത്. ആൻഡ് ഇതാണ് ഒരു സിമ്പിൾ HTML ഡോക്യുമെൻ്റ് എന്ന് പറയാം. ഡോക് ടൈപ്പ്, ഹെഡ്, ബോഡി, ഇങ്ങനെയൊക്കെ. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു HTML ഡോക്യുമെൻ്റ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, സോ ലേറ്റസ്റ്റ് HTML5 ആണ്, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള HTML ഒരു സ്ട്രക്ചർ. ഓക്കെ, ഞാനത് കാണിച്ചു തരാം. ജസ്റ്റ് ഓപ്പൺ VS കോഡ്. ഇത് ഒരു കോഡ് എഡിറ്ററാണ്, നമ്മുടെ കോഡ് ചെയ്യാനുള്ള ഒരു സംഭവം. അതാണ് ഈ ഒരു VS കോഡ് എന്നുള്ളത്. ഞാനിവിടെ ഒരു പുതിയ ഫയൽ ഉണ്ടാക്കുന്നുണ്ട്, ന്യൂ ഫയൽ. ദെൻ ഒരു പേര് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് പേരും കൊടുക്കാം, പക്ഷേ ഏറ്റവും നല്ലത് index.html എന്ന് കൊടുക്കുകയാണ് നല്ലത്. അത് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പേരുണ്ടാവുമല്ലോ, ആദ്യത്തെ ഫയൽ, അതിനെപ്പോഴും ഒരു ഇൻഡെക്സ് എന്ന് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് ഞാൻ കൂടിയാണ് HTML5. കണ്ടോ. അപ്പം ഇതിൽ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ സൂം ചെയ്യണോ? സൂം കൂടെ, സൂം കൺട്രോൾ പ്ലസ്. ഓക്കെ, കാണുന്നില്ലേ? സോ ഇതൊരു HTML ഡോക്യുമെൻ്റ് ആണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണോ, മലയാളത്തിൻ്റെ ML ആണ് കൊടുക്കുക,
നമ്മുടെ ആ ഒരു പേജിൻ്റെ ലാംഗ്വേജ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ പേജിൽ ഒരുപാട് സിമ്പിൾസ് ഉണ്ടാവുമല്ലോ, ആ സിമ്പിൾസ് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വെച്ചാൽ കാണാൻ പറ്റും, കണ്ടോ, വേരിയസ് കൈൻഡ് ഓഫ് മെറ്റാ ഡാറ്റ ലൈക്ക് ടൈറ്റിൽ, ലിങ്ക്, സ്റ്റൈൽ. ഇവിടെ വെച്ചാൽ കണ്ടോ, സ്റ്റാൻഡേർഡ് എൻകോഡിങ് ക്യാരക്ടേഴ്സ്. ഓക്കെ, മനസ്സിലല്ലേ? ഇതാണ് സംഭവം. അപ്പോൾ നമ്മുടെ വെബ് പേജിൽ കുറച്ച് കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ വിപോർട്ട് എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഒരു സൈറ്റ് ഉണ്ടാക്കിയിട്ട് അത് സിസ്റ്റത്തിൽ ഓണാക്കിയാൽ അതിൻ്റെ ഒരു ഇവിടുത്തെ എന്താണോ അതിന് മാച്ചിങ് ആയിട്ട് മാറണം. ഫോണിലാണെങ്കിൽ അതിൻ്റെ മാച്ചിങ് മാറണം. അത് നമ്മൾ ഏതിലാണ് നമ്മുടെ വെബ് പേജ് ഓപ്പൺ ആക്കുന്നത് ആ ഒരു ഡിവൈസിന് മാച്ചിങ് ആയ രീതിയിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ സൈസ് ഒരു വ്യൂ അഡ്ജസ്റ്റ് ആവണം. അതിന് വേണ്ടിയാണ് ഈ ഒരു വിപോർട്ട് എന്ന് വെക്കുന്നത്. ദെൻ ടൈറ്റിൽ, ഇതെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഏറ്റവും മുകളിൽ കണ്ടോ spotify.com, ഇതാണ് ടൈറ്റിൽ. ഇതുണ്ടോ പ്രീമിയം, കണ്ടോ ഇവിടെ മുകളിൽ കണ്ടോ സ്പോട്ടിഫൈ പ്രീമിയം. ഇപ്പോൾ വേറെ കൊടുത്താൽ പെക്സൽ, കണ്ടോ, ഇത് കയറി കഴിഞ്ഞാൽ ഇത് കണ്ടോ ഈ ഫ്രീ സ്റ്റോക്ക് ഫോട്ടോ, ഇതാണ് ടൈറ്റിൽ. അപ്പോൾ ഇത് കൊടുക്കാനുള്ള ഒരു ഏരിയ ആണ് ഇവിടെ. ഇവിടെ നിങ്ങൾ എന്താണ് കൊടുക്കുന്നത് അത് ഈ ഏറ്റവും മുകളിലാണ് ഡിസ്പ്ലേ ആവുക. ഓക്കെ, അത്രയും മനസ്സിലായില്ലേ? ഇത് ലൈവ് സെർവർ ആണ്. ഞാൻ ഓട്ടോ സേവും ദെൻ ലൈവ് സെർവർ ഓണാക്കി വെക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ ലൈവ് സെർവർ ഇല്ല. സോ ജസ്റ്റ് എന്ത് ചെയ്യുക, എക്സ്റ്റേഷനിൽ പോവുക, ജസ്റ്റ് സെർച്ച് ചെയ്യുക ലൈവ് സെർവർ. ഇതെന്താണെന്ന് വെച്ചാൽ കോഡിങ് ഒന്നും കൂടി ഒന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയാണ്, വേറെ ഒന്നുമില്ല. ദെൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഇത് നമ്മുടെ ഒരു കോഡിങ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഓണായി. ഓക്കെ, നേരെ ഇവിടെ വന്നിട്ട് ലൈവ് സെർവർ എന്നുണ്ടാവും ഇല്ലേ? ഓക്കെ, അത് സിസ്റ്റം ഒന്ന് ക്ലോസ് ചെയ്ത് ഓപ്പണാക്കിയാൽ ഉപയോഗിക്കാനും ചെക്ക് ചെയ്യാം. നമ്മുടെ കോഡിങ് ഒന്ന് ഫാസ്റ്റ് ആക്കുക, അതാണ് മെയിൻ ഉദ്ദേശം. നേരെ വന്നു, ഓട്ടോ സേവ് ഉണ്ട്, ലൈവ് സെർവർ വരുന്നില്ലല്ലോ. ഓക്കെ, തൽക്കാലത്ത് ഞാനത് ലൊക്കേഷനോടെ. ഓക്കെ, സോ പത്തത് മനസ്സിലായല്ലോ. ഇത് ലൊക്കേഷൻ എവിടെ നോക്കാം കേട്ടോ, ഒരു മിനിറ്റ്. ന്യൂ എഫിൽ ന്യൂ ഫോൾഡറിൽ എഫിൽ യെസ് കണ്ടോ. അപ്പോൾ ഇവിടെ കണ്ടോ ഡോക്യുമെൻ്റ് എന്നുള്ളത്. ഞാനിവിടെ പോയത് ജസ്റ്റ് ആ ഒരു പേര് മാറ്റി കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ദിശാം എന്ന് കൊടുത്തു. ദെൻ ഓട്ടോ സേവ് ഉണ്ട് തോന്നുന്നു, സേവ് ആണ്. ഓ, അത് എഴുതി വെച്ച് ഓഫറാണ് കണ്ടോ, ഇന്ദിഷാം എന്നുള്ളത് കണ്ടോ, ഒന്നില്ലേ? ഇതാണ് സംഭവം. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഇതിൽ കുറച്ച് കണ്ടന്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഈ കണ്ടന്റ് ആഡ് ചെയ്യാൻ നമ്മൾ ഇവിടെ കൊടുക്കുന്ന കണ്ടന്റ്, അതായത് ഇപ്പം ഞങ്ങൾക്ക് ഈ ഒരു പേജിൽ കണ്ടന്റ് ഡിസ്പ്ലേ ആവണമെങ്കിൽ
അത് ഈ ഒരു ബോർഡിൻ്റെ ഉള്ളിൽ കൊടുത്താൽ മാത്രമേ ഡിസ്പ്ലേ ആവുള്ളൂ. ഓക്കെ, ഈ ഒരു ഹെഡിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് കൊടുത്താലും അത് ഇവിടെ ഡിസ്പ്ലേ ആകത്തില്ല. അതായത് ഈ ഹെഡ് എന്നത് നമ്മുടെ ഈ ഒരു വെബ് പേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളതാണ്. ആൻഡ് ബോഡി എന്നത് ഈ ഒരു വെബ് പേജിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം എന്ന് കൊടുക്കാനുള്ളതാണ് ബോഡി. ഹെഡ് പറഞ്ഞാൽ നമ്മുടെ പേജിൻ്റെ ഓതർ, ദെൻ ടൈറ്റിൽ, ഇതൊക്കെ കൊടുക്കാനുള്ള ഏരിയയാണ് ഹെഡ്. മനസ്സിലായോ? ഇത് നമ്മുടെ സൈറ്റ് എന്താണ് എന്നും ഇത് നമ്മുടെ സൈറ്റിൻ്റെ ഉള്ളിൽ എന്താണുള്ളതെന്ന് കൊടുക്കാനുള്ള 2 ഏരിയയാണ് ഹെഡ്, ബോഡി എന്നുള്ളത്. ഇത് രണ്ടും HTML ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്, സോ അത് മറക്കരുത്. ദെൻ ഇതിൽ എനിക്ക് എന്ത് ചെയ്യണം, ഒരു ഹെഡിങ് വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഒരു ഹെഡിങ് കൊടുക്കുകയാണ് H1. ഇത് കാണിച്ചു തരാം. ഇത് കണ്ടോ, H1, H2, H3, H4, H5, H6, ഇത് 6 ടൈപ്പ് ഹെഡിങ് ഉണ്ട്, 6 മോഡൽ. എന്താ വെച്ചാൽ ഈ 6നും 6 തരത്തിലാണ് പ്രയോരിറ്റി വരുന്നത്. ഏറ്റവും ഹയസ്റ്റ് പ്രയോരിറ്റി ഉള്ളത് H1 ആണ്. ദെൻ H2ക്ക് അതിനേക്കാൾ കുറവ് ഏറ്റവും ലീസ്റ്റ് ഉള്ളത് H6 ആണ്. ഇതെങ്ങനെ വെച്ചാൽ നമ്മുടെ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന ഫസ്റ്റ് ഹെഡിങ്, മെയിൻ ഹെഡിങ് എന്നത് ഇതാണ് അല്ലേ, ഇതാണ് H1. ഓക്കെ, ദെൻ ഇതിൽ ഒരു രണ്ടാമത്തെ ഹെഡിങ് ആണ് ഇത് H2 ആണ്. ഇതിന് താഴെ വരുന്ന ഈ ഒരു H2ൻ്റെ താഴെ വരുന്ന, അല്ലെങ്കിൽ ഈ H2ൻ്റെ ഉള്ളിൽ വരുന്ന ഹെഡിങ് ആണ് ഈ കാണുന്ന എൻജോയ്, സ്റ്റാർട്ട്, ഗിവ്, ഫൈൻഡ്, ഇതെല്ലാം. ഇതൊക്കെ H3 ആണ്. ദെൻ ഇത് കഴിഞ്ഞിട്ട് ഇത് H2 ആണ്. ഓക്കെ, ദെൻ ഇത് H3 ആണ്. അതായത് ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ മെയിൻലി ആ ഏറ്റവും ഫസ്റ്റ് കാണുന്ന ഹെഡിങ് എപ്പോഴും H2, H1 ആയിക്കാരം. ഓക്കെ, ബാക്കിയുള്ള ഹെഡിങ് ഒന്നെങ്കിൽ H2 അല്ലെങ്കിൽ H3. അപ്പം മെയിൻലി ഏറ്റവും ഈ സബ്ഹെഡിങ് ഉണ്ടല്ലോ, സബ്ഹെഡിങ്സ് ഒക്കെ H2ഉം അതിൻ്റെ ഉള്ളിൽ സബ്ഹെഡിങ് H3യും അതിൻ്റെ ഉള്ളിൽ H4, അങ്ങനെയാണ് പോവുക. ഓക്കെ, സോ ഞാൻ ഒരു H1 കൊടുക്കുന്നുണ്ട്, ലൈക്ക് ഹലോ വേൾഡ്. ഡെവലപ്പേഴ്സിൻ്റെ ഒരു ഇൻ്റർനാഷണൽ വാക്കാണ് ഹലോ വേൾഡ്. സോ ഹലോ വേൾഡ് കൊടുത്തു. എന്തായില്ലേ, സോറി, സേവ് ചെയ്തിട്ടില്ല. ഓട്ടോ സേവ് കണ്ടോ, ഹലോ വേൾഡ് കണ്ടോ. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം, ഒരു H2 കൊടുക്കാണ്. H2 ഇവിടെ ഞാൻ ഹലോ കൊടുത്തു. ദെൻ H3 ഹായ് കൊടുത്തു. ദെൻ H4 ഒരു H കൊടുത്തു. H5 ഞാനൊരു 6 കൊടുത്തു, വെറുതെ ജസ്റ്റ് ഒന്ന് കൊടുക്കാം കേട്ടോ. H6 ഒരു 6 കൊടുത്തു. വേറെന്ത് വേണം. ഓക്കെ, അപ്പോൾ ഇത് സേവ് ആയിട്ടുണ്ട്. നമ്മുടെ ലൈവ് സെർവർ എന്തോ വർക്ക് ആവുന്നില്ല കണ്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല സൈസ്. ഇത് സൈസ് കുറവാണ്, പിന്നെയും കുറഞ്ഞു, പിന്നെയും കുറഞ്ഞു, പിന്നെയും കുറഞ്ഞു, പിന്നെയും കുറഞ്ഞു. അപ്പോൾ ഇത് സൈസ് അല്ല, ഇത് പ്രയോറിറ്റിയാണ്. അപ്പോൾ ഇതെന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഒരു സൈറ്റ് ഈ ഒന്ന് സാധാ ഒരു പ്രശ്നവും ഇല്ലാത്ത, ഒരു ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർ വായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സൈറ്റ് കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാർ ഈ റെക്കോർഡിങ്, സ്ക്രീൻ റെക്കോർഡിങ് വെച്ചുകൊണ്ട് വായിക്കലുണ്ട്. പിന്നെ ബോട്ടുകൾ നമ്മുടെ സൈറ്റ് റീഡ് ചെയ്യലുണ്ട്. സോ ഇവർക്കൊക്കെ മനസ്സിലാവണല്ലോ ഇതെന്താണ്, ഇതിനാണ് പ്രയോറിറ്റി. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പം ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ഫസ്റ്റ് കൊടുത്താൽ അത് ഫസ്റ്റ് വരും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഇതൊന്ന് പറഞ്ഞാൽ ഈ ആക്സസിബിലിറ്റി എന്ന് പറയും. എല്ലാവർക്കും ഒരുപോലെ നമ്മുടെ സൈറ്റ് എന്ത് ചെയ്യണം, ആക്സസിബിൾ ആവണം. അതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഒരു ടാഗ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഫുള്ള് നമ്മുടെ സൈറ്റിലെ എല്ലാ ടാഗും H1 വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. സൈസ് ഇത്ര പറഞ്ഞാൽ സൈസ് അഡ്ജസ്റ്റ് ആവും. അങ്ങനെ സൈസ് മാറ്റി വെക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ ഈ ബോട്ടുകൾ അല്ലെങ്കിൽ ആക്സസിബിലിറ്റി എന്ന കാര്യം അവിടെ ഇല്ലാത്തതാണ്.
അതില്ലാതാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ടാഗാണ് പി ടാഗ്, അതായത് ഫോർ പാരഗ്രാഫ്. നമ്മുടെ സൈറ്റിലുള്ള കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ പി ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, പി പാരഗ്രാഫ്. ഇപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ ഇത് പി അല്ല, ഇതൊരു പി ടാഗാണ്, പാരഗ്രാഫ് ടാഗ്. ഓക്കെ, ദെൻ വേറെ ഒന്നാണ് സ്പാന്. സ്പാൻ എന്താ വെച്ചാൽ ഇതും ഒരു ഒരു പി ടാഗ് പോലെയാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ സൈറ്റിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ലൈക്ക് വേണമെങ്കിൽ കണ്ടാൽ മതി എന്ന് ടൈപ്പ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇത് കണ്ടോ, ഇതൊരു സ്പാൻ ടാഗാണ്. ഇങ്ങനെ കൊടുക്കുന്ന കാര്യങ്ങളാണ് സ്പാൻ ടാഗിൽ വരിക. കണ്ടോ, ഇത് ഇമ്പോർട്ടൻ്റ് അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് ഒരു പാരഗ്രാഫ് കൊടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഈ സ്പാൻ ടാഗ് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു സംഭവമാണിത്. ഓക്കെ, പിന്നെ ഉള്ളതാണ് ഇമേജ്, IMG ടാഗ്. ജസ്റ്റ് നിങ്ങൾ IMG എന്ന് അടിച്ചു കൊടുക്കുക വരും. ഇവിടെ ഈ SRC എന്നുള്ളിടത്ത് നിങ്ങളുടെ ഇമേജിൻ്റെ പാത്ത് കൊടുക്കുക. ഞാൻ ഇതിൽ നിന്നൊരു ഫോട്ടോ എടുത്താൽ ഞാൻ ഇതിൻ്റെ ഇമേജ് അഡ്രസ്സ് കോപ്പി ചെയ്യട്ടോ, എന്നിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വർക്കാവും, നെറ്റിൻ്റെ എങ്ങനെ നോക്കിയിട്ട് വർക്കാവും. അത് വർക്കായില്ല. ഇവിടെ നിങ്ങളുടെ ഇമേജിൻ്റെ പാത്ത് കൊടുക്കുക. ഇവിടെ ആ ഇമേജ് എന്താണ് എന്ന് കൊടുക്കുക. ഇതെന്തിനാ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ സൈറ്റിൽ ഒരു ബോട്ട് കയറി നോക്കുമ്പോൾ അവർക്ക് ഒരിക്കലും ഫോട്ടോസ് വായിക്കാൻ പറ്റില്ല. സോ ആ ഒരു ഫോട്ടോ എന്താണെന്ന് കൊടുത്താൽ അത് വായിക്കാൻ വേണ്ടിയാണ് ഇവിടെ നമ്മൾ ആ ഒരു ഫോട്ടോൻ്റെ പേര് കൊടുക്കാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് എന്തെങ്കിലും കൊടുക്കരുത്, നിങ്ങൾ ആ ഫോട്ടോ വെച്ച് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റ് കൊടുക്കാൻ നോക്കുക. ഓക്കെ, സോ ഇതാണ് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ടാഗുകൾ. പിന്നെ ഉള്ളതാണ് ഫോം ടാഗ്. ഫോം ഇതെങ്ങനെയാ വെച്ചാൽ ബേസിക്സ് ഫോം പറഞ്ഞാൽ ജസ്റ്റ് ഒരു സെർച്ച് ചെയ്തൊക്കെ ഫോം എന്നുള്ളത് വന്നോളൂ. ഇതാണ് ഫോം. ജസ്റ്റ് പേര് ലാസ്റ്റ് നെയിം സംഗതി ഇങ്ങനത്താണ് ഫോം എന്ന് പറയാം. ഇതെങ്ങനെയാ വെച്ചാൽ ഫസ്റ്റ് ഫോം എന്ന് എഴുതാം, ഒരു ടാഗ് എഴുതാം. അതിൻ്റെ ഉള്ളിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞ് കണ്ട് കണ്ടോ, ഇൻപുട്ട് എന്ന് പറഞ്ഞ് കണ്ട് നമുക്കിപ്പോൾ ടെക്സ്റ്റ് ആണെങ്കിൽ ടൈപ്പ് ടെക്സ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്പർ ആണെങ്കിൽ ടൈപ്പ് നമ്പർ എന്ന് കൊടുക്കുക, എന്ന് കൊടുക്കുക. കോഡ് ഉണ്ടാകും നോക്കാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ലേബൽ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇതെന്താ വെച്ചാൽ ഈ ഒരു ടെക്സ്റ്റ് ഇല്ലേ ലേബൽ, ഇതാണ് ലേബൽ. സോ ലേബൽ ഫോർ FNAME ഫസ്റ്റ് നെയിം കൊടുത്തു. ദെൻ ഇൻപുട്ട് ടെക്സ്റ്റ്, ഈ ടെക്സ്റ്റിൽ എനിക്ക് ടെക്സ്റ്റാണ് കൊടുക്കുന്നത്. സോ ഞാൻ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് കൊടുത്തു. അതിൻ്റെ ഐ ഡി ഈ പറഞ്ഞ 4 ആണ്, അത് കൊടുത്തു. ദെൻ നെയിം സെയിം 4 കൊടുത്തു. ദെൻ ചെയ്തു. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഞാൻ ഈ ഒരു ടൈപ്പ് ഉണ്ട്. ഇവിടെ ഞാൻ നമ്പർ കൊടുത്താൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ കോപ്പി ചെയ്തു. ദെൻ ഇവിടെ പേസ്റ്റ് ചെയ്തു വന്നു. അത് ഇവിടെ വന്നല്ലോ. ഇപ്പം ഇതിൽ എന്തും കൊടുക്കാം, അതൊരു ടെക്സ്റ്റ് കൊടുക്കാം. ഞാൻ ഇനി ഈ ഒരു ടൈപ്പ് ടെക്സ്റ്റ് മാറ്റിയിട്ട് എന്ന് കൊടുക്കുകയാണ്. ഇപ്പം ഞാനിവിടെ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ടെക്സ്റ്റ് കൊടുത്തു, ഞാൻ ടെക്സ്റ്റ് കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ബട്ടൺ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട്.
അതായത് ജസ്റ്റ് ബട്ടൺ പിന്നെ ടൈപ്പ് സബ്മിറ്റ് കൊടുത്തു. ഓക്കെ, പേര്. എന്നിട്ട് ഞാനിവിടെ ഈ ഒരു ഫസ്റ്റ് ഈ കാരണത്തില്ല ഫസ്റ്റ് നെയിം ഇതിൻ്റെ ടൈപ്പ് ഞാൻ കൊടുത്തുകൊണ്ട് നമ്പർ എന്നാണ് കൊടുത്തുകൊണ്ട്. സോ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് കൊടുത്തു വെച്ചോളെ. എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവില്ല. അതാണ് സംഭവം. ഇതെന്താ കറക്റ്റ് ആവാത്ത? വേറെ കാണിച്ചു തരാം. ഞാൻ ഇമെയിൽ കൊടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് എന്തെങ്കിലും കൊടുത്തു. കണ്ടോ, പ്ലീസ് ഇൻക്ലൂഡ് ഇൻ ദ അഡ്രസ്. അതായത് ഒരു ഇമെയിലിന് ശരിക്കും ഒരു എന്ന് വേണം. അപ്പം അതില്ല. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്തു, ഒരു വാണിംഗ് കാണിച്ചു. ഇതാണ് ഈ ഒരു ടൈപ്പിലെ മാറ്റം. ടൈപ്പ് നമ്പറാണെങ്കിൽ നമ്പർ കൊടുക്കുക, ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് കൊടുക്കുക. പിന്നെ റേഡിയോ എന്നാണെങ്കിൽ ഇവിടെ റേഡിയോ ആണെങ്കിൽ റേഡിയോ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചിലതിൽ ടിക്കല്ലേ, ഇപ്പോൾ നമ്മൾ ചിലതിലാണെങ്കിൽ ജെൻഡറിൽ മെയിലാണോ ഫീമെയിലാണോ എന്നുണ്ടാവില്ലോ. അപ്പം ഏതെങ്കിലും ഒന്നല്ലേ നമുക്കത് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനാണ് ഈ റേഡിയോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലൊരു സംഭവം ഉണ്ടായി നോക്കട്ടെ. കണ്ടോ, ഇപ്പം ഞാൻ ഈ ഒരു സി എസ് എസ് എടുത്താൽ JS പോയി, JS എടുത്താൽ CSS ക്ലോസ് ആയി. ഇതാണ് റേഡിയോ. ഓക്കെ, കണ്ടോ, ഇതെടുത്തപ്പം ഇവിടെ പോയി, ഇവിടെ എടുത്തപ്പം മുകളിൽ ക്ലോസ് ആയി പോയി. ഇതാണ് റേഡിയോ. പിന്നെ വേറെ ഒന്നാണ് ചെക്ക് ബോക്സ് ആണെങ്കിൽ നമുക്ക് ഇതാ, ഇതിൽ ഐ ഹാവ് എ ബൈക്ക്, ഐ ഹാവ് എ കാർ, ഹാവ് ബോട്ട്. ഇപ്പോൾ ചിലർക്ക് ഇത് 3 ഉണ്ടാവും. സോ 3 ടിക്ക് ചെയ്യാം. ചിലർക്ക് 1 ഉണ്ടാവുള്ളൂ, ചിലർക്ക് 2 ഉണ്ടാവും. അപ്പം അങ്ങനെ, അതായത് ഒന്നിൽ കൂടുതൽ സംഭവം സെലക്ട് ആക്കണമെങ്കിൽ ചെക്ക് ബോക്സ് ഒരൊറ്റൊന്നേ ചെയ്യാൻ പാടുള്ളെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ റേഡിയോ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ വേറൊന്നാണ് സബ്മിറ്റ്. അതായത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യണ്ടേ. അപ്പം അതിനാണ് സബ്മിറ്റ്. സോ എന്ത് ചെയ്യാം, ബട്ടൺ കൊടുത്താണ് സബ്മിറ്റ് കൊടുത്താൽ അത് റെഡി ആയിക്കോളും. ഓക്കെ, സോ ഇതാണ് ഫോം. പിന്നെ വേറൊന്നാണ് ടേബിൾ. സോ ടേബിൾ എങ്ങനെയാ വെച്ചാൽ, ഫസ്റ്റ് ടേബിൾ എന്നൊരു ടാഗ് എഴുതുക, ടേബിൾ. എന്നിട്ട് ഒരു TR, അതായത് ഫസ്റ്റ് റോ. ആ ഫസ്റ്റ് റോയിൽ മെയിനിൽ കൊടുക്കുക ഹെഡിങ് കാരണം. ഇതിൽ ഈ ടേബിളിൽ ഫസ്റ്റ് റോ കൺട്രി, കോണ്ടാക്റ്റ്, കമ്പനി, അത് ഹെഡിങ് ആണ്. സോ അതെന്ത് ചെയ്തു, ഞാൻ TH എന്ന് കൊടുത്തു. TH അതായത് ടേബിൾ ഹെഡിങ്, അതാണ് ഫുള്ള് TH എന്ന് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ഹെഡിങ് മതി ഫസ്റ്റ് റോയിൽ. എന്നിട്ട് ആ ഒരു ക്ലോസ് ചെയ്തു, ആ TR ഞാൻ ക്ലോസ് ചെയ്തു. എന്നിട്ട് അടുത്ത TR മതി, അതിൽ TD അതായത് ടേബിൾ ഡാറ്റ. സോ ഇതെന്താ വെച്ചാൽ ഇതാ ഈ ഡാറ്റ, ഇതാണ് രണ്ടാമത്തെ റോ ഡാറ്റ. ഇങ്ങനെ ഇത് അടുത്ത TR ക്ലോസ് ചെയ്തു. ദെൻ അടുത്ത TR ക്ലോസ് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു, അടുത്ത റോ ഓപ്പൺ ആക്കി, ഇതിന് അടുത്ത ഡാറ്റ കൊടുത്തു, അത് ക്ലോസ് ചെയ്തു. ദെൻ ലാസ്റ്റ് ഞാൻ ടേബിളും ക്ലോസ് ചെയ്തു. ഓക്കെ, ഇതിൽ ഇതെന്താ വെച്ചാൽ ഇതാണ് ഓപ്പണിംഗ് ടാഗ്. അതായത് ഇതാണ് ഓപ്പണിംഗ് ടാഗ്. ദെൻ ഇതാണ് നമ്മുടെ ക്ലോസിംഗ് ടാഗ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് എന്ത് ചെയ്യുക, നമുക്ക് വേണ്ട കണ്ടന്റുകൾ എഴുതുക. ഓക്കെ, ഈ ഓപ്പണിംഗ് ടാഗിൻ്റെയും ക്ലോസിംഗ് ടാഗിൻ്റെ ഉള്ളിൽ കണ്ടന്റ് എഴുതിയാൽ മാത്രമേ അത് വർക്കാവുള്ളൂ. പിന്നെ ചില ടാഗ് ഉണ്ട്, അത് എന്താ പറയുക, കാണിച്ചാൽ ഇപ്പം BR, ഇത് ഒരു സിമ്പിൾ ടാഗാണ്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ക്ലോസിങ് ഓപ്പണിങ്ങും ഇല്ല. അപ്പം ഇങ്ങനത്തെ ടാഗും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. ഓക്കെ, സോ ഇത്രയും മനസ്സിലായില്ലേ. പിന്നെ വേറെ ഒരു കാര്യങ്ങൾ നമുക്ക് നമുക്ക് നിർത്താട്ടോ. അതാണ് സെമാൻറ്റിക്സ്. ഇതെന്താ വെച്ചാൽ
ഇതെന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞങ്ങളുടെ കയ്യിലൊരു ഡയറി ഉണ്ട്. ഞങ്ങൾക്ക് ആ ഡയറിയിൽ മാർച്ച് 18 ഉച്ചയ്ക്ക് മാർച്ച് 18 ഡാറ്റ കിട്ടണം എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്താ ചെയ്യുക? ആ ഡയറി അങ്ങനെ മറിച്ച് എവിടെയാണ് മാർച്ചെത്തുന്നത് അതുവരെ മറിച്ച് അങ്ങനെ പോകും. സോ ഇത് കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതേസമയം നിങ്ങൾക്ക് ഒരു ഫ്രണ്ട് പേജിൽ എന്താണ് മാർച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എത്രാമത്തെ പേജിലാണ് എന്നൊരു ഇത് ഡാറ്റ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് അത് എടുക്കാൻ പറ്റും അല്ലേ? സോ അതേമാതിരിയാണ് ഈ പറഞ്ഞ സെമാൻറ്റിക്സ് വരുന്നത്. അതായത് ഹെഡർ, നാവ്, സെക്ഷന്, ആർട്ടിക്കിൾ, ഫൂട്ടർ. ഇതെങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ ഈ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിന് ഹെഡർ ഉണ്ടാവും. ഈ സൈറ്റിൽ കയറി ഇതിന് ഹെഡറില്ല. അതിനെ മാറ്റിക്കൊണ്ട് അപ്പോൾ ഇതിൽ ഈ ഫസ്റ്റ് കാണുന്ന കണ്ടോ? ഓക്കെ, ഇപ്പോൾ ഇതിൽ ഈ ഫസ്റ്റ് കാണുന്ന കണ്ടോ? ഈ ഒരു ഏരിയ ഫസ്റ്റ്, ഈ ബ്ലാക്ക്, ഇതാണ് ഹെഡർ. ഈ ഫസ്റ്റ് കാണുന്ന ബ്ലാക്ക് ഹെഡർ. ഇതിൽ കാണുന്ന ഈ ഒരു സ്പോട്ടിഫൈ, ദെൻ ഈ കാണുന്ന കണ്ടന്റുകളാണ് നാവ് എന്ന് പറയുക. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് അതായത് ഇതാണ് തല, സൈറ്റിൻ്റെ തല. ഇത് ആ തലമ കാണുന്ന കണ്ണും മൂക്കും എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അങ്ങനെ ജസ്റ്റ് പറഞ്ഞോളൂ. അതാണ് ഹെഡർ. ദെൻ അതിന് താഴെ കാണുന്ന കണ്ടോ? അതായത് ഇതാണ് സെക്ഷൻ. ഇതിൽ ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പോയി ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതുവരെ ഒരു മെയിൻ സെക്ഷനാണ്. മെയിൻ. ഇതിന് താഴെ കാണുന്നതാണ് ഫൂട്ടർ. ഇതാണ് ഫൂട്ടർ, ഏറ്റവും താഴെയാണ് ഫൂട്ടർ. ഞാൻ ഈ ഒരു സെക്ഷനിൽ തന്നെ കാണിച്ചു തരാം. ഈ മെയില് ഇത് ഒരു സെക്ഷനാണ് അല്ലേ? ഇതൊരു സെക്ഷനാണ്. ദെൻ ഇത് കഴിഞ്ഞിട്ട് ഇത് അടുത്ത സെക്ഷനാണ്. ദെൻ ഇത് അടുത്ത സെക്ഷനാണ്. കണ്ടോ? ഇത് അടുത്ത സെക്ഷനാണ്, ക്വസ്റ്റ്യൻസ്. ഇതാണ് ഫൂട്ടർ, അതായത് ഇത് ഫൂട്ടർ. ദെൻ ഇത് ഹെഡർ. അതിൻ്റെ സെൻറ്ററത്ത് നിന്ന് മെയിനിൽ, ആ മെയിനിൽ വരുന്ന ഓരോ ഭാഗങ്ങളും സെഷൻസ്, അങ്ങനെയാണ് വരിക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? സോ എന്തായാലും ഇതൊക്കെ തന്നെ പഠിക്കാനുള്ള HTML, വേറെ ഒന്നുമില്ല. സോ ഇതൊരു കംപ്ലീറ്റ്ലി റോ സംഭവിക്കാറ്, പ്രത്യേകിച്ച് എഡിറ്റിങ്ങോ അല്ലെങ്കിൽ നോയിസ് ക്യാൻസലേഷനോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് പക്ക റോ അതേ കാരണം. സോ എന്തായാലും നാളെ കാണാം. ബൈ.